പ്രിയമുള്ളവരെ, ഈ വിലയേറിയതായ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും അല്പസമയം എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും ജനങ്ങളുമായും സഹോദരി സഹോദരന്മാരുമായി സംസാരിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ വേദോത്സവത്തിലെ തിരുവചനത്തിലെ ഒരു സംഭവ കഥ ദൈവം സാത്താനോട് പറയുന്നതായിട്ടുണ്ട്. യഹോവ സാത്താനോട്, എൻ്റെ ദാസൻ അയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെപ്പോലെ നിഷ്കളങ്കന്, നേരുള്ളവന്, ദൈവഭക്തന്, ദോഷം വിട്ടവന് ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ച സാത്താനോടാണ് ഇത് പറയുന്നത്. ദൈവസഭയിൽ അവന് എത്തിച്ചേർന്നു. അനേകായിരം ദൂതന്മാർ, പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ സാത്താനും കടന്നു ചെന്നു. അവനോടാണ് പറയുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യങ്ങളിൽ ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകൾ 10,000-കണക്കിന് വിശ്വാസികൾ സഭകളുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല എന്ന് ചിന്തിക്കരുത്. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മത അധ്യക്ഷന്മാരുണ്ട്, മതപ്രവാചകന്മാരുണ്ട്, വിശ്വാസ വീരന്മാരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, ഉന്നത ശ്രേണിയിലെത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇന്ന് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വൈരാഗ്യം, അല്ലെങ്കിൽ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ കൊള്ളിവയ്പ്പുകൾ, രാഷ്ട്രത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊള്ളിവയ്പ്പുകൾ, ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവം യുഗങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കന്, നേരുള്ളവന്, ദോഷം വിട്ടകലുന്നവന്, ദൈവഭക്തന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുരോഹിത വർഗം, പാസ്റ്റർമാരുടെ വർഗം, വിശ്വാസികളുടെ വർഗം, രാഷ്ട്രീയക്കാരുടെ വർഗം, സാമുദായിക സംഘടനകളുടെ വർഗം, തത്വജ്ഞാനികളുടെ വർഗം, ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ സാധിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കണം. എത്ര പേരെ കൊണ്ട് പറയും? നിങ്ങളുടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയുക. ദൈവം ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ച് വന്ന് സാത്താനോട് പറഞ്ഞത്, അവൻ നോക്കിയിട്ട് പോലും ഈ ലോകത്തിലെ ഇയ്യോബിനെ പോലെ, അല്ലെങ്കിൽ ദൈവഭക്തനായ ഒരു മനുഷ്യനെ പോലെ, ആ ഇയ്യോബിനെ പോലെയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ദൈവം പറഞ്ഞ വാക്കിനെ അവൻ എതിർത്തില്ല. കാരണം അത്രമാത്രം ദൈവത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ദൈവം സാക്ഷി പറഞ്ഞൊരു മനുഷ്യനെപ്പോലെ. ഇന്നത്തെ പുരോഹിത വർഗത്തിൽ ആരെങ്കിലും സാക്ഷി പറയാൻ പറ്റുമോ? ഇന്നത്തെ പാസ്റ്റർമാരിൽ ആരെങ്കിലും സാക്ഷി പറയാൻ പറ്റുമോ? ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും സാക്ഷി പറയാൻ പറ്റുമോ? ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കുന്ന ആരെക്കുറിച്ചെങ്കിലും ഇപ്രകാരം സാക്ഷി പറയുവാനായിട്ട് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നമ്മളത് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയാണ്, അല്ലെങ്കിൽ ദൈവഭക്തനാണ് എന്ന് പറയുന്ന എന്നെ ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഇല്ല എങ്കിൽ അങ്ങനെ സാധിക്കുവാനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. രാജ്യത്ത് നന്മ ചെയ്യാം, ജനങ്ങളെ സേവിക്കാം, രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരാരു തന്നെ ആയിക്കാലും നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ അവർക്ക് കൈത്താങ്ങലുകൾ നൽകി അവരെ ഉയർത്താം, അവരെ സഹായിക്കാം. പാവപ്പെട്ടവനെയും കഷ്ടപ്പെടുന്നവനെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സാഹോദര്യ വർഗത്തെ ഒന്നടമ്പ് സ്നേഹിക്കാം. അവർക്ക് നമ്മളെ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാൻ സഹായ സഹകരണങ്ങൾ ചെയ്തവരെ സഹായിക്കാം. ഈശ്വരൻ അതിനൊക്കെ നമ്മൾ ഇടയാക്കട്ടെ. അപ്പോൾ ദൈവം പറയും, എന്നെപ്പോലെ ഇയ്യോബിനെപ്പോലെ നിഷ്കളങ്കന്, നേരുള്ളവന്, ദോഷം വിട്ടകലുന്നവന്, ദൈവഭക്തിയുള്ളവന് ഒരിക്കലും വേറെ ഭൂമിയിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലയോ? പുരോഹിതവർഗം മനസ്സിലാക്കണം, രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കണം, സാമുദായിക സംഘടനകൾ മനസ്സിലാക്കണം, പ്രവാചകന്മാർ മനസ്സിലാക്കണം, പ്രാർത്ഥനാ വീരന്മാർ മനസ്സിലാക്കണം, വിശ്വാസ വീരന്മാർ എന്ന് പറയുന്നവരും എല്ലാ ജനങ്ങളും ഇത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാനൊരു സാമൂഹിക പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്. എൻ്റെ നമ്പർ 6238290270 6238290270. Thank you very much.